ഇന്നത്തെ ബാറ്റിംഗിലാണെങ്കിലും ഫിന്നലൻ, രഘുവൻഷി, അതുപോലെ ഗ്രീന് 3 പേരും പൊളിച്ചടുക്കി. ഇപ്പുറത്തെ ഭാഗത്തുനിന്നാണെങ്കിലും ഗില്ലിന്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു ട്രൈ ഉണ്ടായിരുന്നു, 84 റൺ സംതിങ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സായ് സുദർശൻ, ജോസ് ബട്ട്ലർ എല്ലാവരും അടിച്ചു. അതായത് ടോപ്പ് ഓർഡേഴ്സിലുള്ള എല്ലാവരും രണ്ട് ടീമൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ജയിക്കാൻ പറ്റിയത് KKR-നാണെന്ന് മാത്രം. തുടക്കം അത്യാവശ്യം നന്നായിരുന്നു KKR-ന്. 44 റൺസ് വരെ പോയിട്ടുണ്ടായിരുന്നു ആ ഒരു ഓപ്പണിംഗ് വിക്കറ്റ് പാർട്ട്ണർഷിപ്പ്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മളെ രഹാനെ ഔട്ടാവുന്നത്. തുടങ്ങിയത് കുറച്ച് മെല്ലെ ആയിരുന്നു, ഫിന്നലനാണെങ്കിലും രഹാനെ ആണെങ്കിലും. അതിനുശേഷം ഒന്ന് അടിച്ചു തുടങ്ങിയപ്പോഴാണ് രഹാനെ ഔട്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. രഹാനയ്ക്ക് അധികം സ്കോർ ചെയ്യാനൊന്നും പറ്റിയില്ല. 14 ബോളിൽ 14 റൺസാണ് എടുത്തത്, ഒരു 4 ഒരു 6 അടിച്ചിട്ടുണ്ടായിരുന്നു. 44 റൺസ് നിന്ന് 139 റൺസ് വരെ ഒരു കിഡിലൻ പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. അതായിരുന്നു ഫിന്നലൻ രഘുവൻഷി പാർട്ട്ണർഷിപ്പ്. രണ്ടു പേരും കിഡിലനായിട്ട് കളിച്ചു. അങ്ക്രീഷ് രഘുവംശി കിട്ടിലം പ്ലേ കേട്ടോ. പ്രത്യേകിച്ച് ആ ഒരു ബിഹൈൻഡ് ദ വിക്കറ്റ് അടിച്ച ഷോട്ടുകളൊക്കെ ഉണ്ടല്ലോ, ആള് ഇന്നലെ പ്രത്യേകിച്ച് അടുപ്പിച്ചടുപ്പിച്ച് ആ ഷോട്ട് അടിച്ച സമയത്ത് ഭയങ്കര ഒരു കോൺഫിഡൻസ് കാണാൻ വേണ്ടി പറ്റി. പൊതുവെ നമ്മൾ ചില മാച്ചസിൽ കാണാറുണ്ടല്ലോ, ഒരു ഷോട്ട് തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ചില സമയത്ത് ഔട്ട് ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇന്നലെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ആൾ ആ ഒരു സൈഡിൽ ഫുള്ള് നമ്മളല്ല, അത്രയും സ്ട്രെങ്ത് ഉള്ളൊരു സൈഡായിട്ടാണ് ഫീൽ ചെയ്തത്. ഇന്നലെ ആ ഒരു 6 അടിച്ചതാണെങ്കിലും 4 അടിച്ചതാണെങ്കിലും എല്ലാം പൊളിയായിരുന്നു. ഫിന്നലന്റെ വെടിക്കെട്ടാണെങ്കിലും ഒന്നും പറയാനില്ല. എന്റെ അമ്മോ, മേലോട്ട് നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ശരിക്കും ഇന്നലെ ഗ്രൗണ്ടിൽ നിൽക്കുന്ന എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും. പ്രത്യേകിച്ച് അമ്പയറൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ അടിക്കും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ അടിക്കും. ആ ഒരു സംഭവമായിരുന്നു ഉണ്ടായിരുന്നത്. ആള് ടോട്ടൽ 10 6 4 4 ആണ് അടിച്ചത്. 265 ആളുടെ സ്ട്രൈക്ക് റേറ്റ്. 35 ബോളിൽ 93 റൺസ്. ഒന്നും പറയാനില്ല കേട്ടോ. ആളുടെ ഇന്നിങ്സിനെ കുറിച്ച് വാക്കുകളില്ല. ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു 100 മിസ്സായി എന്ന് മാത്രം പറയാം. അതുപോലെ തന്നെ ഒട്ടും കുറവില്ലാണ്ട് വെടിക്കെട്ട് തന്നെ അടിച്ചുകൊണ്ടിരുന്ന ഒരു വേറെ ബാറ്റ്സ്മാൻ ആയിരുന്നു അങ്ക്രീഷ് രഘുവംശി. 44 ബോളിൽ 82 റൺസ്, 4 4 7 6. അവിടെയും 6 തന്നെയാണ് കൂടുതൽ കേട്ടോ. 186 ആണ് ആളുടെ സ്ട്രൈക്ക് റേറ്റ്. ഫിന്നലനും അങ്ക്രീഷ് രഘുവംശി അടിച്ച സമയത്ത്, പിന്നെ ഈ സീസണിലെ തന്നെ ഏറ്റവും കോസ്റ്റ്ലിയസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്ലെയർ ആണല്ലോ നമ്മുടെ കാമറൂൺ ഗ്രീൻ. അപ്പൊ ഗ്രീൻ എന്തായാലും അടിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ആളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു വെടിക്കെട്ട്. 28 ബോളിൽ 52 റൺസാണ് എടുത്തത്. 3 4 4 6 ആയിരുന്നു ഉണ്ടായിരുന്നത്. ആളുടെ സ്ട്രൈക്ക് റേറ്റ് 155 ആയിരുന്നു. അതായത് 155 മേലെയാണ് 3 പേരുടെയും സ്ട്രൈക്ക് റേറ്റ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇന്നലത്തെ ടോപ്പ് സ്കോറർമാരായിട്ടുള്ള KKR-ന്റെ ബാറ്റിംഗ്. ടോട്ടൽ ഇന്നലെ KKR അടിച്ചുകൂട്ടിയത് 22 6 12 4 ആണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ ഒരു ടോട്ടലിലോട്ട് എത്താൻ പറ്റിയത് 247 എന്നുള്ളത്. ബൗളിങ്ങിലൊക്കെ ഇന്നലെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ അടി വാങ്ങി കേട്ടോ. കാരണം അങ്ങനെ ആര് കുറവെന്നൊന്നും പറയാൻ പറ്റില്ല, എല്ലാവരും നല്ല അടി വാങ്ങിയിരുന്നു. പ്രത്യേകിച്ച് അർഷദ് ഖാനൊക്കെ ഓരോ ഓവർ ബോൾ ചെയ്തപ്പോൾ തന്നെ 22 റൺസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. റാഷിദ് ഖാൻ ആണെങ്കിൽ 4 ഓവറിൽ 57 റൺസ് കൊടുത്തു. മുഹമ്മദ് സിറാജ് 4 ഓവറിൽ 50 റൺസ്, പക്ഷെ ഒരു വിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ആ ഒരു 50 റൺസ് ഭയങ്കര വിലപ്പെട്ട തന്നെയാണ്. സായ് കിഷോർ ആണെങ്കിൽ 3 ഓവർ ബോൾ ചെയ്തിട്ട് തന്നെ 38 റൺസ് കൊടുത്ത് ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ഒരു ഓവർ കൂടി ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ആൾ ഇന്നലെ 50 അടിച്ചതിന്റെ ബോളിംഗിൽ. ഉള്ളതിൽ ബെറ്റർ ആയിട്ട് ബോൾ ചെയ്തത് നമ്മുടെ റബാഡയും ജെയ്സൺ ഹോൾഡറാണ്. അതിൽ റബാഡ 4 ഓവറിൽ 40 റൺസ് കൊടുത്ത സമയത്ത് ജെയ്സൺ ഹോൾഡർ 4 ഓവറിൽ 39 റൺസ് കൊടുത്തിട്ട് രണ്ടുപേർക്കും വിക്കറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. 248 എന്നുള്ളൊരു ബിഗ് ചേസിലോട്ട് ഇറങ്ങിയ GTക്ക് ശരിക്കും ഇന്നലെ നല്ലൊരു തുടക്കം തന്നെയാണ് ഉണ്ടായിരുന്നത്. കാരണം സായ് സുദർശനും ഗില്ലും അവരുടെ സ്ട്രോങ് പില്ലേഴ്സ് ആണ് ആദ്യത്തെ ഈ 3 ബാറ്റ്സ്മാൻമാർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഗംഭീരമായിട്ട് തന്നെ തുടങ്ങി. ആ ഒരു പവർ പ്ലേ ഒക്കെ നല്ല രീതിയിൽ തന്നെ ഏകദേശം ഒരു നല്ലൊരു ചേസ് ഓൺ എന്നുള്ളൊരു ഫീൽ ഇന്നലത്തെ മാച്ചിൽ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ സായ് സുദർശൻ ഇച്ചിരി റൺ ആവുമ്പോഴേക്ക് തന്നെ ആൾക്ക് നല്ലൊരു പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു.